അമ്മേശ്വരണം ദേവീശ്വരണം. അപ്പോൾ മേടമാസത്തിലെ കാർത്തിക നാള് പലരും അക്ഷയ തൃതീയ എന്നൊക്കെ പറഞ്ഞ് സ്വർണം മേടിക്കാൻ പോയ സമയത്ത് അമ്മയെ ഹൃദയമായിട്ട് കാണുന്ന ആളുകളെല്ലാം ഇന്ന് കൊടുങ്ങല്ലൂർ കാവിലാണ് എത്തിയിരിക്കുന്നത്. ചാന്താട്ടം എന്ന് പറയുന്ന ആ ഒരു മഹത്തായ ഒരു ചടങ്ങ് പൂർത്തീകരിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചാന്താട്ടത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രത്യേകത എന്താണ്, അമൂല്യമായിട്ടുള്ള മരുന്നുകളും അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങളും ചേർന്നിട്ടുള്ള കൂട്ടാണ് എന്നെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് അത് പണ്ടുകാലത്ത് എങ്ങനെയാണ് ചാന്ത് ഉണ്ടാക്കിയിരുന്നത് എന്നുള്ളതാണ്. അതായത് പണ്ടുകാലത്ത് എന്ന് പറയുന്നത് ഒരു ചെമ്പിൻ്റെ കുടം എടുത്തിട്ട് ഈ തേക്കിൻ്റെ കടഭാഗത്തുള്ള കാതൽ ചീളുകളാക്കിയിട്ട് ആ ചെമ്പിൻ്റെ കുടത്തിൻ്റെ അകത്ത് നിറയ്ക്കുക എന്നുള്ളതും, അതിനുശേഷം ഒരു നല്ല കുഴി കുഴിച്ചതിന് ശേഷം അതിൽ പരന്ന പാത്രം വെച്ചിട്ട് ഈ തേക്കിൻ്റെ കാതൽ നിറച്ചിരിക്കുന്ന കുടം കമത്തി വെക്കുക എന്നുള്ളതായിരുന്നു ചെയ്തിരുന്നത്. അതിനുശേഷം അതിൻ്റെ മുകളിൽ മണ്ണിട്ട് മൂടി അതിൻ്റെ മുകളിൽ തീയിടുക. അങ്ങനെയായിരുന്നു പണ്ട് കാലത്ത് ഈ ചാന്ത് അതിൻ്റെ കറ എടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് തേക്കിൻ്റെ കറ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് യാതൊരു ജലാംശവും കൂടാതെ വളരെ പ്യുവറായിട്ടുള്ള ആ ഒരു തേക്കിൻ്റെ കറ എന്ന് പറയുന്നത് ഈ കുടം ചൂടായി അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു തേക്കിൻ്റെ കാതൽ എന്ന് പറയുന്നത് ചൂടായി അങ്ങനെ അതിൽ നിന്നും ഊർന്ന്, അതായത് നമ്മൾ നീറ്റിയെടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഊർന്ന് ഈ പരന്ന പാത്രത്തിലോട്ട് വരിക, അതാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ പല രീതിയിലും ടെക്നോളജി വളർന്നു. അതുപോലെ തന്നെ എളുപ്പപ്പണി എന്ന് പറയുന്നതൊക്കെ എടുത്ത് ആ ഒരു രീതിയിൽ വെള്ളത്തിൽ തിളപ്പിച്ച് എടുക്കുക എന്നുള്ളതൊക്കെയാണ് കേൾക്കുന്നത്. ഏതായാലും അത് എങ്ങനെ നിർമ്മിക്കുന്നു എന്നുള്ളതിലല്ല അതിൻ്റെ പ്രാധാന്യം. ആ ചാന്ത് അല്ലെങ്കിൽ ആ തേക്കിൻ്റെ കറ എന്ന് പറയുന്നത് അമൂല്യമായ ആ ഔഷധക്കൂട്ടുകളും അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങളും എല്ലാം ചേർത്ത് കലശം പൂജ ചെയ്യുന്ന പോലെ തന്നെ മുഖമണ്ഡപത്തിൽ വെച്ച് പൂജ ചെയ്ത് ആ പൂജിച്ച കുടങ്ങൾ എന്ന് പറയുന്നത് അമ്മയുടെ ദാരു വിഗ്രഹത്തിലേക്ക് അഭിഷേകമായിട്ട് നടത്തുമ്പോൾ അതിൽ നിന്ന് ഊർന്നു വരുന്ന ആ ചാന്ത് എന്ന് പറയുന്നതാണ് പ്രാധാന്യം എന്ന് പറയുന്നത്. അതായത് ഈ തേക്കിൻ്റെ കറ എന്ന് പറയുന്നത് നോർമൽ രീതിയിൽ നമ്മൾ നമ്മുടെ ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞാൽ ചെറുതായിട്ട് പൊള്ളും എന്നാണ് പറയുന്നത്. പക്ഷേ അമ്മയുടെ ആ ദാരു വിഗ്രഹത്തിലൂടെ ഊർന്നിറങ്ങുന്ന ആ പ്രസാദം നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നങ്ങളും ഒരാൾക്കും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. അത്രയ്ക്ക് അത്ഭുത സിദ്ധിയുള്ള ഒരു ചാന്ത്. പിന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ത്രീകൾ ദീർഘമംഗല്യത്തിന് വേണ്ടി അത് തൊടുന്നു. പുരുഷന്മാരാണെന്നുണ്ടെങ്കിലും മറ്റു ഭക്തരാണെന്നുണ്ടെങ്കിലും അത് അമ്മയുടെ സാമീപ്യം അനുഭവിക്കുന്നതിന് വേണ്ടി തൊടുന്നു. അതുപോലെ തന്നെ ഇന്ന് കാവിലെ സാധാരണക്കാരായ ഭക്തരും അതുപോലെ തന്നെ അമ്മയുടെ ഭക്തരായിട്ടുള്ള സിനിമാ മേഖലയിൽ നിന്നുള്ള ദിലീപ്, അതുപോലെ തന്നെ ഷാജി കൈലാസ്, നടി ആനി, ഇവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അഭൂതപൂർവമായിട്ടുള്ള, മുൻപെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള അഭൂതപൂർവമായിട്ടുള്ള തിരക്ക് തന്നെയാണ് കാവിലുണ്ടായിരുന്നത്. അമ്മയോട് ഭക്തജനങ്ങൾ കൂടുതൽ അടുപ്പം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യം തന്നെ. അപ്പോൾ അമ്മേശ്വരണം ദേവീശ്വരണം. धूम्रविलोचन धूम्रशते समर विशोषित शोणित बीज समुद्भव शोणित बीजलते शिव शिव शुंभ निशुंभ महाहव दर्पित भूत पिशाचरते जय जय हे महिषासुरमर्दिनी शंकरण क्षण संग परिस्फुरदंग नटकटके कलकपिशंग पृषद्ग निशंगर सद्भट शृंग हता बटुके दचपुरंग बल क्षितिरंग घटत बहुरंग रटत बटुके जय जय रम्य